നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഈ കർക്കിടക മാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇനി വരാൻ പോകുന്ന ബുധനാഴ്ച, ഓഗസ്റ്റ് മാസം 12-ാം തീയതി കർക്കിടക വാവാണ്. കർക്കിടകത്തിലെ അമാവാസ്യനെയാണ് കർക്കിടക വാവ് എന്ന് പറയാം കേട്ടോ. ഈ ഒരു ദിവസത്തിന്റെ പ്രാധാന്യം നമ്മുടെ മൺമറഞ്ഞു പോയിട്ടുള്ള പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ അനുഗ്രഹത്തിനായിട്ട് ബലിതർപ്പണം ചെയ്യുന്ന ഒരു ദിവസമാണ്. അത്രയേറെ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് കേട്ടോ. അത് പൊതു അവധിയും കൂടിയാണ്. എന്തിനാ പൊതു അവധി നൽകിയിരിക്കുന്നത്? എല്ലാവരും ബലിയിടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അവധി നൽകിയത്. അപ്പം അതിൻ്റെ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ബലിതർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് നിർബന്ധമായിട്ട് ചെയ്യുക വേണം. അമാവാസ്യ ആരംഭിക്കുന്നത് 12-ാം തീയതി അതിരാവിലെ ഏർലി മോർണിംഗ് ആണ് കേട്ടോ. 1:52 മുതൽ 12-ാം തീയതി തന്നെ രാത്രി 11:06 വരെയുള്ള സമയത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബലിതർപ്പണം ചെയ്യാനായിട്ട് മുഹൂർത്തം ഒന്നും നോക്കണ്ട എന്നാണ് പറയുക. സാധാരണയായിട്ട് പുലർച്ചെ മുതൽ ഏകദേശം ഉച്ചയാവുമ്പോഴേക്കും തന്നെ, അതായത് സൂര്യൻ്റെ ആ ഒരു വെയിൽ ചൂട് പിടിക്കുന്നതിന് മുൻപ് തന്നെ ബലിതർപ്പണ ചടങ്ങുകളൊക്കെ അവസാനിക്കും. അതിന് മുൻപേ ആയിട്ട് തന്നെയാണ് കൂടുതൽ പേരും അങ്ങനെയാണ് ബലിയിടുക. അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ ബലിതർപ്പണ കേന്ദ്രങ്ങളായിട്ട് കേരളത്തിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ തിരുനെല്ലി, തിരുവല്ലം, അരുവിപ്പുറം, പെരിയാറിൻ്റെ തീരങ്ങൾ, അതുകൂടാതെ ആലുവ, മണപ്പുറം, പിന്നെ പ്രധാനപ്പെട്ട കടപ്പുറങ്ങൾ, പിന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ബലിതർപ്പണത്തിനായിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. ബലിതർപ്പണം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം. കാരണം നമ്മുടെ പൂർവികർക്കായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണത്. അത് അങ്ങനെ ചെയ്തവർക്ക് മാത്രമാണ് അവരുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലുടനീളം നമുക്ക് വേണ്ടതും കൂടിയാണ്. അപ്പോൾ അതാണ് ഈ ഒരു കർക്കിടക വാവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ പലർക്കും ഉണ്ടാകുന്ന കുറച്ച് സംശയങ്ങളുണ്ട്. ആർക്കൊക്കെ ബലിയിടാം? അതായത് മരണപ്പെട്ട് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാലാണ് ഈ ബലിയിടാനായിട്ട് സാധിക്കുക? ചെറിയ കുട്ടികൾക്ക് ബലിയിടാനായിട്ട് പാടുണ്ടോ? അങ്ങനെ ബലിയിടേണ്ടതായിട്ടുള്ള ചിട്ടവട്ടങ്ങൾ ക്ഷേത്രത്തിൽ തന്നെ പോയിട്ട് വേണമോ ബലിയിടാനായിട്ട്? വീട്ടിൽ ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ സാധിക്കെങ്കിൽ അതെങ്ങനെയാണ്? അതേപോലെ തന്നെ വിദേശത്തൊക്കെ താമസിക്കുന്നവരാണ്, അവർക്ക് നാട്ടിലേക്കൊന്നും വരാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഈ ബലിതർപ്പണം ചെയ്യാനായിട്ട് സാധിക്കുക? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന വീഡിയോ തന്നെയായിരിക്കും. അപ്പം നമുക്ക് ഈ ബലിതർപ്പണത്തിനെ കുറിച്ച്, കർക്കിടക വാവിനെ കുറിച്ച് പറയാം കേട്ടോ. ഉത്തരായനം ദേവന്മാർക്കും ദക്ഷിണായനം പിതൃക്കൾക്കുമാണെന്നാണ് പറയുക. പിതൃക്കൾ ഉണർന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുജനങ്ങൾ അവർക്ക് അന്നം എത്തിച്ചു കൊടുക്കണം. അതിനെയാണ് കർക്കിടക മാസത്തിലെ ഈ ഒരു വാവുബലി അല്ലെങ്കിൽ വാവുബലിയുടെ ബലിതർപ്പണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കർക്കിടക വാവിൻ്റെ ബലി ഇട്ടതുകൊണ്ട് ആണ്ടുബലി ഇടാതിരിക്കുന്നത് നന്നല്ല എന്ന് പറയാറുണ്ട്. രണ്ടും ചെയ്യണം, ആണ്ടുബലിയും വേണം, കർക്കിടക വാവുബലിയും വേണം. ഈ കർക്കിടക വാവുബലി എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ട ദിവസം ആയതുകൊണ്ടാണ് അത് നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ബലിതർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അരി, എള്ള്, പൂവ്, ജലം ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള തർപ്പണമാണ്. ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ പിതൃക്കളുടെ കോപമുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മുടങ്ങാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിർബന്ധമായിട്ടും കർക്കിടക വാവിൻ്റെ അന്ന് എല്ലാവരും പോയിട്ട് നമ്മുടെ പൂർവികർക്കായിട്ട് ബലിതർപ്പണം ചെയ്യാട്ടോ. ഇത് ഏത് പ്രായത്തിലുള്ളവർക്ക് വേണമെങ്കിലും ചെയ്യാം. ചെറിയ കുട്ടികൾക്ക്, ഇപ്പോൾ ഒരു 3 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ, അതിലും ചെറിയ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകില്ലല്ലോ. അപ്പോൾ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആ ഒരു വളർച്ച കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കും ബലിയിടാം. അപ്പോൾ അവരുടെ മാതാപിതാക്കളെ ജീവിച്ചിരിക്കെ അവർക്ക് ബലിയിടാനായിട്ട് സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അതാ പറയുന്നത്, ആർക്ക് വേണമെങ്കിലും ആർക്ക് വേണ്ടിയിട്ടും നമുക്ക് ബലിയിടാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ കർക്കിടക വാവിൻ്റെ ബലിതർപ്പണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പിതൃക്കൾക്കാണ്. ഇപ്പോൾ മാതാപിതാക്കൾ മാത്രമല്ല കേട്ടോ, അവരുടെയും പൂർവികരുണ്ടായിരിക്കുമല്ലോ. മുത്തശ്ശി ഉണ്ടായിരിക്കും, മുത്തശ്ശനുണ്ടായിരിക്കും, അവരുടെയൊക്കെ. അതായത് നമുക്ക് മുൻപ് ഒരുപാട് പേര് ജീവിച്ചിട്ട് മൺമറഞ്ഞു പോയവരുണ്ട്. ഇവരെല്ലാം നമ്മുടെ പൂർവികരാണ്. അപ്പോൾ പൂർവികർ എന്നുള്ള സങ്കല്പത്തിൽ ആർക്ക് വേണമെങ്കിലും നമുക്ക് ബലിതർപ്പണം ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഒരു പ്രായഭേദ വ്യത്യാസമില്ലാതെ തന്നെ അങ്ങനെ ബലിതർപ്പണം ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചെയ്യേണ്ട ഒരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് പകരമായിട്ട് മറ്റൊരാൾക്ക് ബലിതർപ്പണം ആ ഒരു കർമ്മം ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വിദേശത്ത് താമസിക്കുന്നവരാണ്, അവർക്ക് പെട്ടെന്ന് ലീവൊന്നും കിട്ടിയില്ല, നാട്ടിലേക്ക് വരാൻ പറ്റിയില്ല.
അപ്പോൾ അവർക്ക് വന്ന് ചെയ്യാനായിട്ട് സാധിക്കില്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവരുടെ കുടുംബത്തിൽ മറ്റാരെങ്കിലും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ മുഖാന്തരം ഇവർക്ക് വേണ്ടിയിട്ട് ആരാണോ മൺമറഞ്ഞു പോയത് ആ ഒരു സങ്കല്പത്തിൽ ബലിതർപ്പണം ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഇപ്പൊ രക്തബന്ധം തന്നെ വേണമെന്നില്ല എന്നാണ് പറയണത്. രക്തബന്ധത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് പോലും നമുക്ക് ബലിയിടാം. ഇപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ മാതാപിതാക്കൾ മരണപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇവർ രക്തബന്ധം അല്ലെങ്കിലും നമ്മുടെ സ്വന്തം എന്ന പോലെ കരുതുന്നവരാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോലും ബലിയിടാന്നാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ബലിയിടാനായിട്ട് സാധിക്കും. അതിനെ ചെറിയ പ്രായമൊന്നോ വലിയ പ്രായമൊന്നോ ഒന്നും വ്യത്യാസമില്ല. നമ്മുടെ സ്വന്തക്കാരായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ പൂർവികരായിട്ട് അവരെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബലിയിടാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ക്ഷേത്രങ്ങളിലൊക്കെ ബലിതർപ്പണത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരിക്കും. ക്ഷേത്രങ്ങളിൽ തന്നെ പോയിട്ട് ബലിയിടണം നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഒരു കർമ്മിയുടെ സാന്നിധ്യത്തിൽ തന്നെ ബലിയിടണം എന്ന് നിർബന്ധമുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇതിനോടൊപ്പം വരാം. അപ്പോൾ അതിനും കൂടിയിട്ടുള്ള ഉത്തരമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ പണ്ടുള്ളവരൊന്നും ഇങ്ങനെ അവരുടെ വീട്ടിൽ തന്നെയായിരുന്നു ബലിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ബലിയിടാനായിട്ട് അതിൻ്റെ കുറച്ച് ചിട്ടവട്ടങ്ങളുണ്ട്. അത് തന്നെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. തലേ ദിവസം 11-ാം തീയതി ചൊവ്വാഴ്ച ഒരിക്കൽ എടുക്കണം. അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതായത് എങ്ങനെയാണോ ശരിക്കും ഒരിക്കലും എടുക്കേണ്ടത് അതിൻ്റെ ചിട്ടവട്ടത്തോടു കൂടി തന്നെ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയിട്ട്, ഇത് വർജ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും ഒഴിവാക്കിയിട്ട് വേണം ഈ ഒരു ഒരിക്കൽ എടുക്കാനായിട്ട് കേട്ടോ. പകലുറക്കൊന്നും കൂടാതെ തന്നെ ഒരിക്കൽ എടുക്കണം. എന്നിട്ട് പിറ്റേ ദിവസം ഇപ്പോൾ വീട്ടിലാണ് ബലിയിടാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വിചാരിക്കുക, ക്ഷേത്രത്തിൽ പോകാനായിട്ട് സാധിക്കില്ല എന്ന് വിചാരിക്കുക. ഇതെന്തുകൊണ്ടാണെന്ന് അറിയാം. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ കൂടുതൽ പേരും അതിനുള്ള സൗകര്യം ഒരുക്കുന്നതും അവിടേക്ക് പോകുന്നതും ഇതിനുള്ള വസ്തുക്കൾ ഇപ്പോൾ ബലിയിടാനായിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പലർക്കും അറിയുന്നുണ്ടായിരിക്കില്ല. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഒരുക്കാനായിട്ടും ആ വസ്തുക്കൾ ദ്രവ്യങ്ങളൊക്കെ ഒരുക്കാനായിട്ടും പലർക്കും അറിയണ്ടായിരിക്കില്ല. ക്ഷേത്രത്തിലാണെങ്കിൽ അവിടെ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ ചെന്നിട്ട് ആ ഒരു കർമ്മം നിർവഹിച്ച് പോന്നാൽ മതി. അതുകൊണ്ടാണ് കൂടുതൽ പേരും അങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ പോകാൻ പറ്റാത്തവരാണെങ്കിൽ വീട്ടിലും ചെയ്യാമെന്നാണ് പറയണത്. അതുകൊണ്ട് അതാണ് പണ്ടുള്ളവരൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് രാവിലെ എണീറ്റിട്ട് 2 മണി കഴിഞ്ഞ് അഹസ് പറഞ്ഞു എന്നാണ് പറയുക. അതുകൊണ്ട് 2 മണിക്ക് ശേഷം അതിരാവിലെ തന്നെ എഴുന്നേറ്റിട്ട് കുളിച്ചിട്ട് ശുദ്ധിയായിട്ട് വരിക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കുന്ന അരി ഉണ്ടല്ലോ, ചോറ് വെക്കുമല്ലോ നമ്മുടെ വീട്ടിൽ, അത് ഏത് അരിയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അത് മതി. ഇതിൽ ഞാൻ ഇപ്പോൾ പറയാൻ പോണത് ഏറ്റവും ചെറിയ രീതിയിൽ എങ്ങനെ ഈ ഒരു ബലിതർപ്പണം ചെയ്യാമെന്നാണ് പറയണത്. വീട്ടിനുള്ളിൽ എങ്ങനെ ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന അരി ഉപയോഗിച്ചിട്ട് ചോറുണ്ടാക്കുക. അത് ചെറിയ ഒരു ഉരുളയെടുക്കുക. പിന്നെ എള്ളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. ആ കർമ്മം ചെയ്യുക എന്നുള്ളതിനാണ് ഏറ്റവും പ്രാധാന്യം, പിതൃക്കൾക്ക് നൽകുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ചോറുരുളെടുക്കുക, എള്ളെടുക്കുക, കുറച്ച് വെള്ളം എടുക്കുക, അത് കിണ്ടിയിലും ഇനിയിപ്പോൾ കിണ്ടി ഇല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെങ്കിലും എടുക്കുക, ഒരു വിളക്ക് കൊളുത്തി വെക്കുക. പിന്നെ എന്താണ്, ഇല വേണം. ഇല എന്ന് പറയുമ്പോൾ വാഴയില കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇനിയിപ്പോൾ വാഴയില പോലും വേണം എന്നില്ല എന്നാണ് പറയണത്. ഒരു മാവിൻ്റെ ഇലയാണോ ഒരു പ്ലാവിൻ്റെ ഇലയാണോ കിട്ടിയത് ഒരു കുഴപ്പമില്ല. പിന്നെയും ആവർത്തിച്ച് പറയണത് അതാണ്, കർമ്മം ചെയ്യുക എന്നുള്ളതിനാണ് പ്രാധാന്യം. ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇതെല്ലാമായിട്ട് വീടിൻ്റെ കിഴക്കു ഭാഗത്തേക്ക് ഇറങ്ങുക. കിഴക്ക് ഭാഗം ഇറങ്ങാനായിട്ട് സ്ഥലമുള്ളവരുടെ കാര്യമാണ് പറയണത്. കിഴക്ക് ഭാഗത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. ഇപ്പോൾ സ്ഥലമില്ലാത്തവർ എവിടെയാണോ നിങ്ങൾക്ക് ഇറങ്ങി നിൽക്കാനായിട്ട് സൗകര്യം അവിടെ നിന്നിട്ട് തെക്കോട്ട് തിരിഞ്ഞു നിൽക്കുക. ഇത് വിളക്ക് കൊളുത്തി വെക്കേണ്ടത് സാധാരണ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തിരിയിട്ടാണ് വിളക്ക് കൊളുത്തി വെക്കുക. നമ്മൾ തിരിഞ്ഞു നിൽക്കേണ്ടത് കിഴക്കോട്ടാണ്. എന്നിട്ട് ഇല ഇടുക, അതിലേക്ക് ചോറൂരുള്ള ഉരുട്ടി വെക്കുക, എള്ളും കൂടി ചേർത്തിട്ട് ഉരുട്ടി വെക്കുക, കുറച്ച് വെള്ളം അതിൽ തെളിക്കുക. അത്രയേ ഉള്ളൂ. എന്നിട്ട് പിതൃയെ നമ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അവരെ നമസ്കരിക്കുക. അത്രയേ ഉള്ളൂ. ഇത് കാക്കയൊക്കെ വന്നിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ വളരെ നല്ലതാണെന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ കൊണ്ടുപോയില്ലെങ്കിലും വിരോധമില്ല. ഈ നായ്ക്കളൊന്നും വന്നിട്ട് എടുക്കാത്ത രീതിയിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ താഴത്തു നിന്ന് മുകളിൽ ഇപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അവിടേക്ക് നായ്ക്കളൊന്നും കയറി വരില്ലോ. അങ്ങനെ വെച്ച് കഴിഞ്ഞാലും വിരോധമില്ല എന്ന് പറയാറുണ്ട് കേട്ടോ. ഇതാണ് ഏറ്റവും ലഘുവായിട്ട് ചെയ്യേണ്ട രീതികൾ. ഇപ്പോൾ വിസ്തരിച്ച് ചെയ്യേണ്ടവർക്ക്, വീട്ടിൽ തന്നെ വിസ്തരിച്ച് ചെയ്യേണ്ടവർക്ക് പുഷ്പങ്ങൾ ഉപയോഗിക്കാം, തുളസി ചെറുകൾ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം, കിണ്ടി ഉപയോഗിക്കാം, പലകയൊക്കെ ഇട്ടിരുന്നിട്ട് കുറച്ച് അധികം ഉരുളയൊക്കെ വെച്ചിട്ട് ബലിതർപ്പണം ചെയ്യാം. അത് വിസ്തരിച്ച് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ അത്രയും കേമായിട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് വീട്ടിലിരുന്ന് ചെയ്യുന്നവരുടെ കാര്യങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ വിദേശത്താണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പം വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും ഒരുക്കാനും ഒക്കെ സാധിച്ചു എന്ന് വരും. സഹായത്തിനായിട്ടും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ വിദേശത്താണ്, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് വിചാരിക്കാം. നാട്ടിൽ തന്നെയുള്ള ഫ്ലാറ്റാണ്, ഇപ്പോൾ ഒരു 10-ാം നിലയുടെ മുകളിലൊക്കെയാണ് നമ്മൾ താമസിക്കുന്നത്. നമുക്ക് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ വീട്ടിലേക്കോ പോയിട്ട് ബലിയിടാനുള്ള സൗകര്യം ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ
എന്താ ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഒന്നുകിൽ പകരമായിട്ട് ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കുക, എന്നിട്ട് പിന്നീട് നാട്ടിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ആ പിതൃക്കളുടെ നക്ഷത്രത്തിലോ അല്ലെങ്കിൽ പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ഇതുപോലെ വാവിൻ്റെ അന്ന് പോയിട്ട് ബലിയിടുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അല്ലാത്ത പക്ഷം ഫ്ലാറ്റിലിരിക്കുന്നവർക്ക് പോലും ചെയ്യാം എന്നാണ് പറയണത്. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ, കോട്ടയാട് അല്ലെങ്കിൽ ബാൽക്കണി പോലുള്ള ഏരിയാസ് ഉണ്ടായിരിക്കുമല്ലോ, അവിടെ പോയിരുന്നിട്ട് കുളിച്ച് ശുദ്ധമായിട്ട് വരികയെന്നാണ്. കുളിക്കുക, അപ്പോൾ എല്ലാവർക്കും കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അല്ലേ. പണ്ടൊക്കെ എങ്ങനെയെന്ന് അറിയോ, എറാലിക്ക് നിന്ന് കുളിച്ചിട്ട് അങ്ങനെ നേരെ പോയിട്ട് മുറ്റത്ത് പോയിട്ട് ബലിയിടാന്നാണ് പറയുക. ഈ എറാലി എന്നുള്ള വാക്ക് അധികം പേരും ഇന്നത്തെ തലമുറയിലുള്ളവരൊന്നും കേട്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പം എൻ്റെ പ്രായം അതിന് മുകളിലുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഈ ഓടിട്ട വീടുകളൊക്കെ ആണെങ്കിലേ ഈ എല്ലാ കോർണറും കൂടെ കൂടി ചേരുന്ന ഒരു ഭാഗം ഉണ്ടായിരിക്കും. അവിടെ അതിശക്തമായിട്ടായിരിക്കും ആ മഴവെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ടായിരിക്കുക. കർക്കിടകമാണ്, മഴ തിമിർത്ത് പെയ്യുന്ന ഒരു മാസമാണ്. അപ്പോൾ ആ ശക്തിയായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന ആ എറാലിക്ക് നിന്നിട്ട്, എറാലിക്കുന്ന കയറു കുട്ടികൾ എന്നൊക്കെ പറയാറുണ്ടല്ലോ, ആ എറാലിക്ക് നിന്നിട്ട് കുളിച്ചിട്ട് നേരെ മുറ്റത്ത് പോയിട്ട് ബലിയിടാണ്. പണ്ടുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു ചെയ്യാം. അപ്പോൾ കുളിച്ചിട്ട് ബലിയിടുക അത്രയും ലഘുവായിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് പറഞ്ഞത് ഫ്ലാറ്റിലുള്ളവർക്ക് പോലും ചെയ്യാന്നുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ചോറുരുളി എടുക്കുക. ഈ നേരത്തെ പറഞ്ഞതിൽ എന്തൊക്കെ നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമോ അത് സംഘടിപ്പിക്കുക. ഒരു ഇല കിട്ടില്ലെങ്കിൽ ഒരു പ്ലേറ്റെങ്കിലും എടുക്കുക എന്നാണ് പറയണത്. ഒരു ഗ്ലാസ്സിൽ തുള്ളി വെള്ളം എടുക്കുക. വിളക്കൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ, അത് കൊളുത്തി വെക്കുക. എവിടെയാണോ നമുക്ക് പുറത്തേക്ക് അല്ലെങ്കിൽ ആ ബാൽക്കണി ഉള്ളത് അവിടെ കയറി ഇരുന്നിട്ട് എങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിൽക്കണം? തെക്കു ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഉരുള വയ്ക്കുക, ഒരു തുള്ളി വെള്ളം ഒഴിക്കുക, അവരെ നമസ്കരിക്കുക. ഇത്രയേ ചെയ്യുണ്ടോ. ഇതാണ് ഏറ്റവും ലഘുവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. അതാ പറഞ്ഞത്, വിദേശത്തുള്ളവർക്ക് ഫ്ലാറ്റിലുള്ളവർക്ക് പോലും ഈ ബലിതർപ്പണം ചെയ്യാന്നുള്ളത്. ഇത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്, നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളും കൂടിയാണ്. പിന്നെ ഇതിനോടൊപ്പം വരുന്ന മറ്റൊരു സംശയമാണ് സ്ത്രീകൾക്ക് പീരീഡ്സ് ആയി കഴിഞ്ഞാൽ, അവർക്ക് മുടക്കായി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് ബലിയിടാനായിട്ട് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് പറയുന്നത്, നമ്മുടെ ശരീരം ശുദ്ധമായിട്ടിരിക്കുന്ന സമയത്ത് ബലിയിടാം, ഒരിക്കലെടുത്ത് ബലിയിടാന്നാണ് പറയാറുള്ളത് കേട്ടോ. ശരീരം ശുദ്ധമാകണമെങ്കിൽ 7 ദിവസമെങ്കിലും കഴിയണമല്ലോ. അതുകൊണ്ടാണ് 7 ദിവസം കഴിഞ്ഞിട്ട് ബലിയിടൂ എന്ന് പലരും പറയണത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധം മാത്രം നോക്കിയാൽ മതി എന്നാണ് പറയുക. ഇപ്പോൾ ബലിയിടുന്നവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നവരും കൂടിയുണ്ട്. അവർക്കും ഇതുപോലെ മുടക്കുകളൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ ചില വീടുകളിലൊക്കെ 5 കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷെ ബലിയിടണമെങ്കിൽ ഒരിക്കലെടുത്തിട്ട് വേണം ബലിയിടാൻ. അപ്പോൾ ഒരിക്കലെടുക്കുന്ന സമയത്തും ശുദ്ധം ഉണ്ടായിരിക്കണം, ബലിയിടുന്ന സമയത്തും ശുദ്ധം ഉണ്ടായിരിക്കണം. അപ്പോൾ 7 ദിവസത്തിനല്ല പ്രാധാന്യം, ശരീരത്തിൻ്റെ ശുദ്ധിക്കാണ് പ്രാധാന്യം. അത് ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്ക് അനുസരിച്ച് അത് അവനവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരം ശുദ്ധമാണോ എങ്കിൽ ഒരിക്കലെടുത്തിട്ട് ബലിയിടാം എന്നാണ് ആചാര്യന്മാർ പറഞ്ഞ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇതോടൊപ്പം തന്നെ പുലവാലായ്മയുള്ള സമയത്ത് ബലിയിടാമോ എന്നുള്ളതും കൂടെ ഒരു ചോദ്യമാണ്. അത് ചെയ്യാനായിട്ട് പാടില്ല. കാരണം പുലവാലായ്മ എന്ന് പറഞ്ഞാൽ അവർ ഓൾറെഡി ഒരു പുലയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കർമ്മങ്ങൾ, ചടങ്ങുകളൊക്കെ ഉണ്ട്, അത് അവർ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഈ വാവുബലി ഇടണ്ട എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മാസത്തിൽ നക്ഷത്രമൊക്കെ വരുന്ന സമയം ഉണ്ടായിരിക്കുമല്ലോ, ആ സമയത്ത് ബലിയിട്ടോളൂ എന്നാണ് പറയാറുള്ളത് കേട്ടോ. ഇനി കുറച്ച് പേർക്ക് ഉണ്ടാകുന്ന സംശയം, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ആദ്യത്തെ ആ ഒരു ആണ്ട് തികയുന്നതിന് മുൻപ് കർക്കിടക വാവ് വന്നു കഴിഞ്ഞാൽ അന്ന് ബലിയിടണോ എന്നുള്ള ഒരു സംശയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിഞ്ഞിട്ട് 1 വർഷം അവരുടെ ആദ്യത്തെ ആണ്ട് കഴിയുമ്പോഴാണ് അവരെ പിതൃക്കൾ എന്നുള്ള കൂട്ടത്തിലേക്ക് നമ്മൾ പെടുത്തുക. അതുവരെ അവരെ പരേതാത്മാക്കൾ എന്നാണ് വിളിക്കുക. അപ്പോൾ 1 വർഷം അവരിവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ടാണ് പിന്നെ മോക്ഷം ലഭിച്ചിട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോകുക എന്നാണ് പറയണത്. അപ്പോഴാണ് അവർ പിതൃക്കളാകുക. പിതൃക്കൾക്കാണ് ബലിയിടുക. അതുകൊണ്ട് തന്നെ ആണ്ട് തികയാത്തവർക്ക് കർക്കിടക വാവിന് ബലിയിടാറില്ല കേട്ടോ. പക്ഷേ ബലിയിടാം, എന്ത് സങ്കല്പത്തിലാണല്ലോ, എന്ത് സങ്കല്പത്തിലാണെന്ന് അറിയോ? ഇപ്പം ഈ ഒരാൾ മാത്രമാവില്ല മരണപ്പെട്ടിട്ടുണ്ടായിരിക്കുക കുടുംബത്തിൽ. ഈ പൂർവികരെല്ലാവരും, പണ്ടത്തെ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അവരുടെ സങ്കല്പത്തിൽ, പിതൃക്കളുടെ സങ്കല്പത്തിൽ ബലിയിടാം. പക്ഷേ മരണപ്പെട്ട ആൾക്ക് ആണ്ട് തികഞ്ഞതിന് ശേഷമേ ബലിയിടാനായിട്ട് പാടുള്ളൂ എന്ന് പറയാറുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മറ്റൊരു സംശയം, ഇപ്പോൾ കർക്കിടകവാവ് വരുന്നത് 12-ാം തീയതിയാണ്. അപ്പോൾ ഈ 12-ാം തീയതിക്ക് മുൻപായിട്ട് ഈ ആണ്ട് വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ആണ്ടിന് ഓൾറെഡി ബലിയിട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ബലിയിട്ടവർ പിന്നെ കർക്കിടകവാവിന് ബലിയിടണോ എന്നുള്ളതും കൂടെ ഒരു സംശയമായിരിക്കും. അതങ്ങനെ നിർബന്ധം പറയാറില്ല കേട്ടോ. കാരണം ഇപ്പോൾ അടുത്തടുത്ത ദിവസങ്ങൾ വന്നതുകൊണ്ടാണ് നിർബന്ധം പറയാത്തത്. അല്ലാത്ത പക്ഷം കുറച്ചധികം ദിവസങ്ങൾക്ക് മുൻപാണെങ്കിൽ കർക്കിടകവാവിന് ബലിയിട്ടോളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ കർക്കിടക മാസത്തിൽ തന്നെ കർക്കിടകവാവിന് തൊട്ട് മുന്നേ ഉള്ള ദിവസങ്ങളിൽ ആണ്ട് വന്നിട്ട് ബലിയിട്ടവർ പിന്നെ ബലിയിടണമെന്ന് നിർബന്ധമില്ല. ഇനിയിപ്പോൾ ഇട്ടതുകൊണ്ടും കുഴപ്പമില്ല കേട്ടോ. ബലിയിട്ട് കഴിഞ്ഞാൽ അത് പിതൃക്കളുടെ സങ്കല്പത്തിൽ ബലിയിടാം. ബലിയിട്ടത് കൊണ്ട് കുഴപ്പമില്ല, ഇട്ടില്ലെങ്കിലും വിരോധമില്ല. തൊട്ടടുത്ത് വന്നതുകൊണ്ട് വിരോധമില്ല എന്ന് പറയാറുണ്ട്. പിന്നെ ഇന്നലെ നമുക്കൊരു സബ്സ്ക്രൈബർ ഒരു മെസ്സേജും കൂടെ അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കർക്കിടകവാവ് 12-ാം തീയതിയാണ്.
അവരുടെ ഹസ്ബൻഡിൻ്റെ ആണ്ട് വരുന്നത് ചിങ്ങമാസത്തിലാണ്. അപ്പോൾ കർക്കിടകവാവിന് ബലിയിടാനായിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബലി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ചിങ്ങത്തിൽ ആണ്ടിനെ ബലിയിടണ്ട എന്ന് ആരോ പറഞ്ഞുത്രേ. അപ്പോൾ അതൊരു സംശയമായിട്ട് ചോദിച്ചിരിക്കുക, അങ്ങനെ പാടില്ല എന്നുണ്ടോ, ബലി ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. ആണ്ടിന് നിർബന്ധമായിട്ടും ബലി ഇടണം. കർക്കിടകവാവിന് നിർബന്ധമായിട്ട് ഇടണം, ആണ്ടിനും ഇടണം. കാരണം ഈ പിതൃക്കളൊക്കെ അവർക്ക് അന്നം കൊടുക്കാനുള്ള, അവർ നമ്മളെ നോക്കിയിരിക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അവർക്ക് ബലി ഇട്ടില്ലെങ്കിൽ അവർക്ക് സങ്കടം വരുമല്ലോ. ആ ഒരു സങ്കടം കൊണ്ട് നമുക്ക് ദോഷമുണ്ടാകരുത്. അതിന് വേണ്ടിയിട്ടാണ് ആണ്ടിന് നിർബന്ധമായിട്ടും ബലി ഇട്ടോളൂ, കർക്കിടകവാവിന് ഇട്ടോളൂ. ഇനിയിപ്പോൾ കർക്കിടകവാവിന് ബലി ഇടുന്നവരാണെന്ന് വിചാരിക്കുക, അറിയാതെ ആണ്ട് മിസ്സായിപ്പോയി, നമ്മളത് അറിയാതെ മറന്നു പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പം അത്രയും പ്രത്യേകതയുള്ളതാണ് കർക്കിടകവാവ് എന്നാണ് പറയണത്. അന്ന് നിർബന്ധമായിട്ടും ഇടാം. ഇപ്പോൾ ചിങ്ങമാസത്തിൽ ആണ്ട് വരുന്നുണ്ടെങ്കിൽ ആണ്ടിനും പോയിട്ടോളൂ. അതും നിർബന്ധമായിട്ടും ചെയ്യണം എന്നാണ് പറയണത്. ഏറ്റവും പ്രാധാന്യം കർക്കിടകവാവിനാണ്. അപ്പോൾ ഈ വാവിൻ്റെ അന്നത്തെ ബലിയിടൽ ചടങ്ങ് ആരും മിസ്സാക്കണ്ട കേട്ടോ. കുടുംബത്തിലുള്ള ആർക്ക് വേണമെങ്കിലും ബലിയിടാം. എല്ലാവർക്കും ഒരുമിച്ച് ബലിയിട്ടാലും വിരോധമില്ല. കാരണം എല്ലാവരും പൂർവികർ തന്നെയല്ലേ. അങ്ങനെ ചെയ്താലും ദോഷമില്ല. ബലിയിടുക എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പൊതുവായിട്ട് ബലിയിടേണ്ട ആ ചടങ്ങിനെ കുറിച്ചിട്ടും അതിൻ്റെ പ്രത്യേകതകളെ കുറിച്ചും പിന്നെ സാധാരണയായിട്ട് വരുന്ന സംശയങ്ങളെ കുറിച്ചൊക്കെ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർക്കിടകവാവിന് ബലി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. തലേ ദിവസം ഒരിക്കലോട് കൂടിയിട്ട് പിറ്റേ ദിവസം പുലർച്ചെ ബലിയിട്ട് കഴിഞ്ഞാൽ തന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. പിന്നെ ചിലയിടങ്ങളിൽ പിന്നെ സദ്യ ഉണ്ടാക്കുന്നതും എല്ലാവർക്കും കൊടുക്കുന്നതും എല്ലാവരും വിളിക്കുന്നതും അങ്ങനെയുള്ള രീതികളൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ, അവരവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചടങ്ങുകൾ ഈ ബലിയിടുന്നതോട് കൂടിയിട്ട് കഴിയുന്നതാണ്. നിർബന്ധമായിട്ടും ഇത് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ പൂർവികരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കുറച്ച് അനുഗ്രഹങ്ങളുണ്ട്. അവർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെന്നെ നന്നായിട്ട് നോക്കണം. അതുമാത്രമല്ല, അവർ മരണപ്പെട്ട് കഴിഞ്ഞാലും അവരോടുള്ള ഒരു കടമയാണ് ഈ ബലിതർപ്പണം എന്ന് പറയുന്നത്. ഈ പൂർവികര്, അതായത് നമ്മുടെ മുത്തശ്ശിമാര്, അതിനപ്പുറത്തേക്ക് എത്ര പേര് തലമുറ വരെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നമുക്കറിയാമല്ലേ. കുറച്ച് പേര് തലമുറകൾ മാത്രമേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇവരെല്ലാം നമ്മുടെ നന്മയ്ക്കായിട്ട് നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ്. കാരണം ബാക്കിയുള്ള എല്ലാവരും വെച്ച് നോക്കുകയാണെങ്കിലും നമ്മുടെ പൂർവികരെ അവരെന്തായാലും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. നമുക്ക് ദോഷമുണ്ടാകാനായിട്ട് നമ്മുടെ അച്ഛനമ്മമാർ ആഗ്രഹിക്കും? ഒരിക്കലുമില്ല. അപ്പോൾ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. അതേ ഗുരുക്കന്മാരുടെ അനുഗ്രഹം എന്ന് നമ്മൾ പറയില്ലേ, അതേപോലെ തന്നെയാണ് ഇവരുടെയൊക്കെ അനുഗ്രഹം. ഗുരുത്വം എന്നൊക്കെ പറയില്ലേ, അത് തന്നെയാണ്. അതിനെ വേറൊരു തരത്തിൽ നമുക്കതിനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു അനുഗ്രഹം നമുക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിനെ വഴികാട്ടിയായിട്ട് അവരുടെയൊക്കെ പ്രാർത്ഥനകൾ, അവരുടെയൊക്കെ അനുഗ്രഹങ്ങൾ നമുക്ക് വഴി കാണിച്ചു തരും മുന്നോട്ട് നടക്കാനായിട്ട്. ഇപ്പോൾ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പലർക്കും ഉണ്ടാകുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് പിഴച്ചു പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ബലിതർപ്പണം ഒന്നും ചെയ്യാതെ, അതിലൊന്നും വിശ്വാസമില്ലാതെ മുടക്കുന്നവരുണ്ടായിരിക്കും, അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുന്നവരുണ്ടായിരിക്കും. അതിനൊന്നും ആവശ്യമില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ളവരുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ചിലർക്ക് അതൊക്കെ സമ്മതിച്ചു തരാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അതിൻ്റെതായിട്ടുള്ള ദോഷങ്ങൾ അവർക്ക് വരുന്നുണ്ടായിരിക്കും. നേരെ മറിച്ച് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചിട്ടയോട് കൂടിയിട്ട് ചെയ്യുന്നവരുടെ ജീവിതം നോക്കി നോക്കും, അതെല്ലാ കാര്യങ്ങളും കൃത്യമാവും. ഇപ്പം അവരുടെ ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. പക്ഷെ അവർക്ക് ഒരിക്കലും തളരേണ്ടതായിട്ട് വരില്ല. അവർക്ക് എവിടെയും തലകുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരില്ല. കാരണം ഈ പൂർവികരുടെ നമ്മുടെ പാരൻസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ധൈര്യമല്ലേ എന്ത് കാര്യത്തിന് പോകുമ്പോഴും. അതേപോലെ തന്നെ ഈ പൂർവികരുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കർക്കിടകവാവിനെ ബലിയിടൂ, പിതൃക്കൾക്ക് അവരെ സന്തോഷിപ്പിക്കാനായിട്ട് ബലിയിടൂ, അവർക്ക് തർപ്പണം ചെയ്യൂ എന്ന് പറയണത് കേട്ടോ. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ബലിയിടുന്നവരുണ്ട്, ക്ഷേത്രത്തിൽ ബലിയിടാന്ന് പറഞ്ഞു. ഇനി അതിന് സാധിക്കാത്തവർക്ക് വീട്ടിൽ അതിനുള്ള സൗകര്യങ്ങൾ, സ്ഥലം ഉണ്ടെങ്കിൽ, സൗകര്യമില്ലാത്തവർക്ക് പോലും വീട്ടിൽ തന്നെ ലഘുവായിട്ട് ഈ ഒരു കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതല്ല, നിങ്ങളിപ്പോൾ ജലാശയങ്ങളുടെ അടുത്തായിട്ട് ഇപ്പോൾ പുഴ, തോടുകൾ, അതായത് വെള്ളമൊക്കെ നിറഞ്ഞൊഴുകുന്ന സ്ഥലങ്ങളുണ്ടായിരിക്കുമല്ലോ, അവിടെ പോയിട്ട് വെടിയിടാനായിട്ട് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഈ വീട്ടിൽ വെച്ച് ചെയ്യുന്ന അതേ കാര്യങ്ങൾ തന്നെ എടുത്തിട്ട് അവിടെ പോയാൽ മതി. അപ്പോൾ കുറച്ചും കൂടെ സൗകര്യമായി. കാരണം ഇപ്പോൾ കാക്കയ്ക്ക് കൊടുക്കണം എന്ന് പറയാറുണ്ടല്ലോ, കാക്ക കഴിച്ചില്ലെങ്കിലും നായ്ക്കൾ വരാതെ സൂക്ഷിക്കുക. അല്ലെങ്കിൽ ഈ ജലാശയത്തിലേക്ക് മത്സ്യങ്ങൾക്കായിട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്യാം. ഈ ചോറുരുള ഉണ്ടല്ലോ, എള്ളി ചേർത്തിട്ടുള്ള ചോറുരുള, അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെയും സ്വന്തമായിട്ടും കൂടെ പോയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പം കർമ്മികളോട് കൂടി ചെയ്യുന്നത് നല്ലതാണ്. അല്ലാത്ത പക്ഷം അല്ലാതെയും അവരില്ലാതെയും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എല്ലാത്തിനും സങ്കല്പത്തിനാണ് ശക്തി എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പോൾ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ പിതൃക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നതാണ്.
നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് അന്നം നൽകുക, അവർക്ക് കുറച്ച് വെള്ളം കൊടുക്കുക, അത് മാത്രമേ നമ്മൾ സങ്കല്പിക്കുന്നുള്ളൂ. അത് തന്നെ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. അവർ കുറേ വിസ്തരിച്ച് ചെയ്യണമെന്ന് ഒരാളും പറയാറില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ അച്ഛനമ്മമാർക്ക് അവർക്ക് വലിയ ആർഭാടമൊന്നും ആവശ്യം ഉണ്ടായിരിക്കില്ല. നമ്മുടെ സ്നേഹം മാത്രമേ അവർക്ക് ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. അങ്ങനെയല്ലേ? അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ, നമുക്ക് ആ സ്നേഹം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് തൃപ്തിയായി. ആ തൃപ്തി വരുത്തുക എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവനവന് സാധിക്കുന്നത് വിധം ചെയ്യാം. പിതൃക്കളെ അനുസ്മരിച്ചുകൊണ്ട്, അവരെ സങ്കല്പിച്ചുകൊണ്ട് അവർക്ക് ബലിതർപ്പണം ചെയ്യാം. അത്രേ അവരാഗ്രഹിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഒരുവിധം എല്ലാ കാര്യങ്ങളും കുറച്ച് പേർക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്നാലും പുതിയതായിട്ട് അറിയുന്നവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുക. അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും പോസിറ്റീവ് വശങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതിൽ പറയുന്ന പ്രധാന തത്വം ഉൾക്കൊണ്ടുകൊണ്ട് 12-ാം തീയതി കർക്കിടക വാവുബലി എല്ലാവരും ചിട്ടയോട് കൂടി തന്നെ അനുഷ്ഠിക്കൂ എന്നാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.